അങ്ങനെ രാവിലെ തന്നെ ഒരു താല്പര്യമില്ലാതെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കോളേജിൽ പോകാനായിട്ട്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്. അങ്ങനെ മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് ഞാൻ എന്താ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കോളേജിൽ പോകാനായിട്ട്. അതിനിടയിൽ കൂടെ കഴിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കോമ്പൻസേഷൻ ഉള്ളത് കൊണ്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ റെഡിയായി സെറ്റായി ഞാൻ എന്താ ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ സ്റ്റോപ്പിലെത്തിയതാ. അവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ മഴ. എന്ത് ചെയ്യാനാ, വിധി അങ്ങനെ ആയി പോയില്ലേ. അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ വന്നു. ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി പോസ്റ്റിങ്ങിന് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അതുവഴി ആൾക്കാർ വരുന്നുണ്ടെന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ പോസ്റ്റിങ്ങിനൊക്കെ പോയി സെറ്റായി ഞാൻ എന്താ തിരിച്ച് വീട്ടിൽ വന്നു. അനിയത്തിനെ പിക്ക് ചെയ്യണം. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് വലിയ പട്ടി ഷോയിൽ ഇറങ്ങി. പക്ഷെ വണ്ടി പണി തന്നു. കിക്കറടിച്ച് ഞാൻ അടുത്തതല്ലാതെ വണ്ടിക്കൊരു മാറ്റമില്ല. അങ്ങനെ അടുത്തുള്ള ചേട്ടൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ ചേട്ടൻ വരുന്നതും കാത്തു നിന്നു. വണ്ടി അങ്ങനെ കിട്ടി. അനിയത്തിയേയും പിക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി. എന്ത് ചെയ്യാനാ, ഒരിക്കലും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ മാത്രം നടക്കത്തില്ല. ചെല്ലുന്ന വഴിക്ക് ടറഫിൽ പോകണം, ചായ കുടിക്കണം, ചുമ്മാ വണ്ടി എടുത്തുകൊണ്ട് അതുവഴി ഇതുവഴി പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തു. വണ്ടിയായിട്ട് തന്നെ പണി തന്നതുകൊണ്ട് എന്ത് ചെയ്യാനാ. പിന്നെ ഞങ്ങളെല്ലാം രണ്ടുപേരും കൂടെ ഓരോ പരദൂഷണവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇറങ്ങി. വണ്ടി ചേട്ടന് കൊടുക്കണം, കറക്റ്റ് സമയത്ത് കൊടുക്കണം, നമ്മുടെ വണ്ടിയല്ലേ, എന്ത് ചെയ്യാനാ. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ച് നേരെ വീട്ടിലോട്ട് പുറപ്പെട്ടു. പിന്നെ നമുക്കറിയാവുന്ന ചേട്ടനും അതുവഴിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ആ വഴി ഞങ്ങൾ വന്നപ്പോൾ താഴത്തെ വീട്ടിൽ ഹണിയെ കണ്ടു. ഹണിയെ കൊഞ്ചിച്ച് ആ വഴി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് കയറി വന്നു. പിന്നെ അന്നത്തെ ദിവസം ഇത്രേ ഉള്ളൂ.